അയാൾക്ക് അതെന്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല? എന്റെ കാറിൽ പൈസ കൊടുക്കുന്ന വിഷ്വൽ നിങ്ങളൊന്ന് കാണിച്ചേ. ചിത്രീകരിച്ചില്ല. സഞ്ചരിച്ചിരുന്ന ഒരു കാറിൽ ബാക്ക് സീറ്റിൽ എങ്ങനെ ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ വന്നു? അതാണ് ഞാൻ പറയുന്നത്. അതാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ ദിവസം നോക്കും. അതായത് ഞാൻ പറയാം, ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത ഒരാളുണ്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്. അപ്പോ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1. 2, ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? ഇല്ല ബാക്ക് സൈഡാ കാണിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, ഇതിനകത്തല്ല ആയിക്കോട്ടെ. തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെയാണ്? പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെ? കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനയ് സർഗെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിൽ ഉണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്തു വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തുവെന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാണ്. കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്നത് പിടിക്കാൻ കിട്ടിയില്ല? എന്തുകൊണ്ടാണ്? പൈസ കൊടുക്കുന്ന കാണിക്കണം. എവിടെ മുഖം? എവിടെ? ബാക്ക് സൈഡല്ലേ? എവിടെ എന്തോ കൊടുക്കുന്നു. ബാക്ക് സൈഡ് മുന്നിൽ വന്ന് പൈസ കൊടുക്കുമായിരിക്കും. മുന്നിൽ വന്ന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ പൈസ കൊടുക്കും. അവർക്ക് മുന്നിൽ വന്ന് പൈസ കൊടുക്കുമായിരിക്കും. ഇത് നിങ്ങളുടെ കാറിലുള്ള കൈ കൊടുത്തു എന്നാണ് അമ്മ പറയുന്നത്. കൈ കൊടുത്തു എന്നാണ്. അമ്മ പൈസ കൊടുത്തെന്ന് പറഞ്ഞു. മറ്റാവശ്യങ്ങൾക്കുമായി അപ്പോ ശോഭാ സുരേന്ദ്രന് വേണ്ടി അദൃശ്യ ശക്തിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു നിമിഷം. അങ്ങനെയാണെങ്കിൽ ഇത് അദൃശ്യമല്ല, ഇത് BJP പ്രവർത്തകയാണ്. ഇതെന്താണ് തെളിവ്? എന്താണ്? ഒരു സ്ത്രീ ഒരു തുണി പിടിച്ചു നിൽക്കുന്നു, ഒരമ്മ മുന്നിൽ. ഇതാണോ സാരി വിതരണം? ഇതാണോ ഫോട്ടോ നിൽക്കുന്നുണ്ട്? അല്ല, രണ്ടാമത്തെ ഫോട്ടോ ഇതാ. ഇത് രണ്ടാമത്തെ ഫോട്ടോ. എന്താണിത്? ഇതിനകത്ത് സാരി വിതരണം ചെയ്തു എന്നുള്ള വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിലെങ്കിൽ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കുന്നത് കാണുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈയടിക്കാൻ സാധിക്കും. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്ത് നിന്ന് പോലും 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. 1. 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകരും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും
അങ്ങേയറ്റം വേദനയുമുണ്ട്. സത്യസന്ധതയുടെ ജിഗുയായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫ്ലെക്സ് അടിച്ചതിന്റെയും പോസ്റ്റർ അടിച്ചതിന്റെയും കാശ് വരെ കൊടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേശ്ശെ രൂപ കടം തന്നാൽ അത് കൊടുത്തു തീർക്കാം. മാധ്യമ സുഹൃത്തുക്കളുടെ ശമ്പളം നേരത്തെ ഒരു മാസത്തെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് കൂടി പറയാൻ ഈ അവസരത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പണം കൊണ്ടുപോയി കൊടുത്തതും ഞാൻ കോൺഗ്രസുകാരെ വിട്ടതും. അങ്ങനെയാണ് രണ്ടുപേരും. ഞാൻ ഇന്ന് പോലീസിന് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഇപ്പൊ മീഡിയ വൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. സ്ഥാനാർത്ഥി ഇങ്ങനെ പീഡന കേസിൽ പെട്ടിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി, പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് കൃത്യമായും തെളിവുകൾ സഹിതമുള്ള വിവരങ്ങളാണ്, ദൃശ്യങ്ങൾ സഹിതമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന, സാരി നൽകുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി മറുപടി നൽകുന്നില്ല. അത് BJP പ്രവർത്തകരല്ല ഈ പണം നൽകിയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് തന്നെ പിന്നാലെ നടന്ന് വേട്ടയാടി, മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. പക്ഷേ എങ്കിലും അവിടെയും ചില വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രനുണ്ട്. ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഇവിടെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.